പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങള്, നിന്റെ ജോലിപ്പാടുകള്, ശുശ്രൂഷ ഇടങ്ങള് കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിന്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദനെ പിതാപുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നില്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്. നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തെല്ലാം, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷെ എൻ്റെ ടോക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതണത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല. പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനിയാണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകം ഉള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അഭിഷേകം ഉള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത്
കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സത്യകേട് കാണിക്കരുത്. അപ്പം ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പം കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡയിലാണ് കല്യാണം കഴിച്ചത്, അതാ PR കല്യാണം കഴിച്ചത്. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റ നടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊഴിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്ത് കാര്യം, ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാളെ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊലിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പം അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം, ഈ അനുഭവത്തിലേക്ക് പോകുന്ന ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗരം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗരം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂളെടുത്ത്, ജർമ്മൻ 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പോൾ തന്നെ കുഞ്ഞു നിലക്ക് നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ എന്ന പോരായ്മ എന്ന വാക്കുണ്ട്. അടിപൊളിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിലൊന്നാണിത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്, ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന് ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച്
നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1-ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2 പത്രോസ് 3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പൊ ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില് നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ അറിവിൽ വളരണമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പൊ ഞാൻ ആരാണെന്നാ ജനങ്ങൾ പറയുന്നെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം. ഭവനത്തിൽ താമസിക്കുവാൻ എൻ്റെ മാതാവ് എനിക്ക് ഇടവരുത്തി. ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതായ ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നൽകി. ഇത്രയേത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ന്യൂബി. ഞാൻ എടത്തുവാലിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ കൃപാസനത്തെ പറ്റി 2018 മുതൽ അറിയാം. ഞാൻ എന്ന് എറണാകുളം പോകുമ്പോൾ ഇവിടെ മാതാവിൻ്റെ അടുത്തിറങ്ങി പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വിശ്വാസപൂർവ്വം ഒരു ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് OET എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് റീഡിംഗ് എന്നുള്ള മൊഡ്യൂൾ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നി. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് റിക്വയർഡ് സ്കോർ എനിക്ക് കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെ റീഡിംഗ് എനിക്ക് പോയി, ബാക്കിയെല്ലാ മൊഡ്യൂളും ഞാൻ ക്ലിയറായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇനി റീഡിംഗ് കിട്ടത്തില്ല, ഞാൻ വിചാരിക്കുന്ന റിക്വയർഡ് സ്കോർ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്കിനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാര്യം എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഫെബ്രുവരി 19-ാം തീയതി ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുവാണ്. ഇവിടുത്തെ മാതാവ് പറയുവാണ്, നിൻ്റെ സ്വന്തം നാട്ടിലല്ലേ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമല്ലേ എവിടെയാണെങ്കിൽ, നിനക്കൊന്ന് അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എന്താന്ന്. അപ്പം ഞാൻ അപ്പം തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ഒരു 12:30 ഒക്കെ സമയമായിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഞാനാണെങ്കിൽ യൂട്യൂബിൽ കൃപാസനം എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഓൺലൈൻ ഉടമ്പടിയുടെ കാര്യം ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുമ്പസാരം നടത്തി. അങ്ങനെ എൻ്റെ വിശ്വാസം ഒരു 10 എന്ന് വെച്ചാൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊന്ന് ആഴപ്പെടാനായിട്ട് എനിക്ക് ഈ ഉടമ്പടി എന്നെ ഒത്തിരി സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കാശുരൂപം അല്ലെങ്കിൽ എണ്ണ തൈലം അതിൻ്റെയൊക്കെ ഇതറിയുന്നത്. അപ്പം ഞാൻ എക്സാം എഴുതുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ എക്സാം എഴുതിയത്. മാർച്ച് 13-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം 19-ാം തീയതി ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തൈലമൊക്കെ പുരട്ടി കാശുരൂപം കൈ കരുതി. അങ്ങനെ ഓരോ എക്സാമിന് മുമ്പും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ എക്സാമിനേക്കാൾ കൂടുതലൊരു മാറ്റം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിംഗ് ആണ് ഞാൻ പേടിച്ചിരുന്നത്. റീഡിംഗ് എക്സാം എഴുതുമ്പോൾ ഞാൻ തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന എക്സാം വരുമ്പോൾ എന്നോട് ആര് പറയുന്ന കണക്കാണ്, നീ ഇത് പുറകിലോട്ട് പോയി ഒന്നുകൂടി നോക്ക്. അപ്പോൾ ആ കറക്റ്റ് ആൻസറിൻ്റെ ലൈൻ എന്നെ ആരോ കാണിച്ചു തരുന്ന പോലെ എനിക്ക് തോന്നുക. അങ്ങനെ ഞാൻ എറേസ് ചെയ്ത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ എറേസ് ചെയ്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ തോക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷ തന്നെ എക്സാം കഴിഞ്ഞു പോന്നു. എനിക്ക് ലാസ്റ്റ് എക്സാമിനേക്കാൾ ടഫായിരുന്നു എക്സാം ആണെങ്കിൽ. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടും പഠനം നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വരുന്നവരെ പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ റീഡിങ്ങിനായിരുന്നു. അങ്ങനെ എല്ലാ മൊഡ്യൂളും നല്ല സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഇത് എന്നെ ഒത്തിരി എൻ്റെ വിശ്വാസം ആഴപ്പെടാനായിട്ട് എനിക്ക് ഇടവരുത്തി. പിന്നീട് തുടങ്ങി എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ എല്ലാത്തിനും ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറയും. അപ്പോൾ അവിടെ നിന്നൊരു യെസ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ മാത്രമേ ഞാൻ ഓർഡർ ചെയ്തുള്ളൂ. അപ്പം ഞാൻ ചൂസ് ചെയ്ത ഏജൻസി ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ മാതാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യം ഇതേയുള്ളൂ, അമ്മേ മാതാവ് എനിക്ക് ഈ തവണയും OET കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇത് ഒരിക്കൽ പോലും ഞാൻ അമ്മയിൽ നിന്ന് വിട്ടു പോകാനായിട്ട്
എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടു പോകാനായിട്ട് ഇടവരുത്തരുത് എന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കൈവിട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കരം എന്നെ പിടിക്കണം. അപ്പോൾ ഒരിക്കലും അമ്മയുടെ കരം വിട്ട് പോകാനായിട്ട് ഇടവരുത്തത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ബാക്കി എല്ലാവർക്കും സ്പോൺസർഷിപ്പ് ലെറ്ററിനും കോൺട്രാക്റ്റും ഈവൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാനലിരുന്ന് അവർ പറഞ്ഞത്, യുവർ ഓൾ ആൻസേഴ്സ് വെർ വെരി എക്സലൻറ്റ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതായത് ഇതൊക്കെ എനിക്ക് സ്വയമായിട്ട് ഒരിക്കലും കഴിയുന്ന കാര്യങ്ങളല്ല. മാതാവ് എന്നെ കൊണ്ട് എല്ലാ ആൻസേഴ്സും നന്നായിട്ട് പറയാനായിട്ട് എന്നെ സഹായിച്ചു. അത് അങ്ങനെ എൻ്റെ സ്പോൺസർഷിപ്പ് ലെറ്റർ എല്ലാവരും 3 ആഴ്ചയോളം വെയിറ്റ് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് ലെറ്റർ ആണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഡേ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മെയിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ പറയുന്നതാണ് സമയത്തിൻ്റെ ഷോർട്ടേജ്. എല്ലാം പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി, എൻ്റെ വിസ വന്നു, എല്ലാ കാര്യങ്ങളും റെഡിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ NMC ആപ്ലിക്കേഷനിലൊരു പ്രശ്നം. നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ 2 സ്റ്റേജ് ഈസി ആയിട്ട് കഴിഞ്ഞു. CBT എക്സാം ഈസി ആയിട്ട് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇങ്ങനെ ലാസ്റ്റ് എല്ലാ പേയ്മെൻറ്റും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ആ പേജാണെങ്കിൽ ബ്ലോക്കായിപ്പോയി. അപ്പം ഞാൻ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ UK വിളിക്കും. UK വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ പറയുന്നത്, നിങ്ങളൊരു 1 മന്ത് എന്തെങ്കിലും വെയിറ്റ് ചെയ്യ്, നിങ്ങൾ ഈ ഒരു ദിവസമല്ലേ ഇത്, അല്ലെങ്കിൽ ഇന്നലെ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പല്ലേ അപ്ലൈ ചെയ്തുള്ളൂ, അപ്പം നിങ്ങളാണെങ്കിൽ കുറച്ചാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മന്ത് വെയിറ്റ് ചെയ്തു. അതിന് വേണ്ടി മെയിൽ അയച്ചു, അവിടെ COക്ക് മെയിൽ അയച്ചു, എല്ലാവർക്കും മെയിൽ അയച്ചിട്ടും ഒരു ഇതുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം മാതാവിനോട് അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതും വെക്കാത്തതുമായ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നു, നീ ഒന്നുകൂടി NMC വിളിച്ചതിന് ശേഷം നീ അവരോട് പറയുക, എൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ NMC വിളിച്ചു. വിളിച്ച് അന്ന് എടുത്ത ആൾ അത്യാവശ്യം നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഈ 1 മന്തായിട്ട് വെയിറ്റ് ചെയ്യാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു, ജസ്റ്റ് എൻ്റെ ആ പോർട്ടലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി കിടക്കുകയാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 10 ഡേയ്സിനകം നിൻ്റെ പ്രോബ്ലം ക്ലിയർ ആവും, എങ്കിൽ നീ എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന്. ദൈവാനുഗ്രഹത്താൽ നെക്സ്റ്റ് ഡേ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ആ ബ്ലോക്ക് മാറ്റി, എൻ്റെ വെരിഫിക്കേഷൻ നടന്ന് എല്ലാം റെഡിയായി. ഞാൻ ഈ ശനിയാഴ്ചയാണെങ്കിൽ UK പോകാനായിട്ടിരിക്കുകയാണ്. ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിന് ഒത്തിരി നന്ദി. ഇനിയും മാതാവിൽ അടിയുറച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിജി റാൽഫി. ഞാൻ ഒല്ലൂർ തൃശ്ശൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു കാറ്റിസം ടീച്ചറാണ്. 12 വർഷമായിട്ട് കാറ്റിസം പഠിപ്പിക്കുന്ന അധ്യാപികയും ഒരു ബാങ്ക് ജോലിക്കാരത്തിയുമാണ്. ഞാൻ ഓൺലൈനിൽ 21-ലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ അനിയനും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവനോട് ഭയങ്കര ഞങ്ങൾ തമ്മിൽ ചെറിയ വിഷമങ്ങൾ തീർക്കാനായിട്ട് ഞാൻ മെറ്റൽ തലോണയിൽ കെട്ടിവെച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അങ്ങനെ എത്തിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്റൻസാണ്, വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദെയർ ഫോർ മീ. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നും ചോദിക്കും ഈശോയോട്. ഞാൻ എന്നും 5:20 പള്ളിയിൽ പോയി കൊന്ത ചൊല്ലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു, വേർ ഐ വിൽ ഗോ ഹൂ ഈസ് ദെയർ ഫോർ മീ. യെസ്, ഇറ്റ് ഈസ് കൃപാസനം. ഞാൻ ഉടമ്പടി ഓൺലൈനിൽ എടുത്തു. മെറ്റലിൽ മുട്ടുനിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കവേ എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണെന്ന് അറിയുകയും അത് അറിഞ്ഞ ദിവസം പുലർച്ചെ എൻ്റെ അനിയൻ ബൈക്ക് ഓടിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ എൻ്റെ ജീവിതയാത്ര തുടങ്ങിയായി. ഓപ്പറേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്തായിരുന്നു
ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് റേഡിയേഷൻ കഴിഞ്ഞു. റേഡിയേഷൻ്റെ ടൈമിൽ അച്ഛൻ യൂട്യൂബിൽ ഇവിടെ പറയുകയാണ്, ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കട്ടിലുമ്മ കിടന്നിട്ട്. അച്ഛൻ പറയാണ്, ആരുടെയോ കഴുത്തും ഒക്കെ എനിക്ക് ഈശോ കാണിച്ചു തരുന്നു. കീമോ ചെയ്തതോ റേഡിയേഷൻ ചെയ്തോ എന്താണെന്നറിയില്ല, കരിഞ്ഞു ഉണങ്ങി കാണിച്ചു തരുന്നു. എന്നോട് റേഡിയേഷൻ ടൈമിൽ ഡോക്ടർ പറഞ്ഞു 1.5 മാസം ലീവ് എടുക്കണം.